ഫ്ലൈറ്റ് ലേറ്റായി പോയി. അപ്പോ അടുക്കളയിൽ പായസം ഉണ്ടാക്കുന്നത് ആരാ? നല്ല മണം വരുന്നുണ്ടല്ലേ ചേച്ചി? ഇന്നലെ കാർത്തിക് റിയലൈസേഷൻ ഉണ്ടായില്ലേ? ചിലപ്പോ അവളായിരിക്കും അടുക്കളയിൽ ഉണ്ടാവുക. മോളെ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ? അയ്യോ, ഉണ്ടാക്കിയെന്നാ തോന്നുന്നു ആന്റി. കിച്ചണിൽ നിന്ന് നല്ല ചൂട് പായസത്തിന് മണം വരുന്നുണ്ട്. നമ്മളും ചെയ്യുന്നില്ല, ഇവരും ചെയ്യുന്നില്ല. പിന്നെ അടുക്കളയിൽ ആരായിരിക്കും പാചകം ചെയ്തോണ്ടിരിക്കുന്നത്? എന്താ എടുത്ത് പാചകമൊക്കെ ചെയ്യുന്നേ? എന്താ എനിക്ക് പാചകം ചെയ്തൂടെ? ഞങ്ങളുള്ളപ്പോ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എപ്പോഴും നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് എന്നെയും പാചകം ചെയ്യാൻ അനുവദിക്ക്. അമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞങ്ങളുള്ളപ്പോ അമ്മ എന്തിനാ കഷ്ടപ്പെടുന്നേ? പാചകം ഞാനെന്താ ആദ്യമായിട്ട് ചെയ്യണോ വസു? എനിക്കിതൊക്കെ ശീലമുള്ളതല്ലേ. ഭാവന ഈ വീട്ടിൽ വന്നതിന് ശേഷം ഏട്ടത്തെ അടുക്കളയിലേക്ക് കേറിയിട്ടില്ലല്ലോ. അമ്മോ, അങ്ങനെയാണെങ്കിൽ ഈ പായസം എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. തേൻ പോലെ ആയിരിക്കും. ആ കാര്യത്തില് നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട. അത് ശരിയാ അമ്മേ. അമ്മയുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അത് തേൻ പോലെയാ. ഇന്ന് ഞങ്ങൾ എല്ലാവർക്കും അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും എനിക്കൊരു വാക്ക് തരണം. എന്താ അമ്മേ? ഈ പായസം ഞാനാണ് ഉണ്ടാക്കിയതെന്ന കാര്യം നിങ്ങളുടെ അച്ഛനോ ഭാസ്കറിനോ അഭിക്കോ അല്ലെങ്കിൽ അഖിലോ ആരും അറിയാൻ പാടില്ല. അതെന്താ അമ്മ എങ്ങനെ? പായസം കഴിച്ചതിന് ശേഷം ഇത് ഞാനാണ് ഉണ്ടാക്കിയതെന്ന് അവര് തനിയെ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാ. വെറുതെ ഇരിക്കുക എടുത്തി. ഏട്ടത്തി പാചകം ചെയ്തിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഇത് കഴിച്ചിട്ട് ഏട്ടത്തി ഉണ്ടാക്കിയെന്ന് അവരെങ്ങനെ കണ്ടുപിടിക്കാനാ? അതെ എന്റെ അമ്മേ, അവരമ്മയുടെ റെസിപ്പിയും ടേസ്റ്റും ഒക്കെ എന്നേ മറന്നു കാണും. ഭാര്യയുടെ കൈപുണ്യം ഭർത്താവിനും അമ്മയുടെ കൈപുണ്യം സ്വന്തം മക്കളും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കില്ല. ഇപ്പൊക്കെ രാവിലെ ഉച്ചയ്ക്കും കഴിക്കുന്നതിന്റെ ടേസ്റ്റ് രാത്രി ആകുമ്പോഴേക്കും മറക്കും. അങ്ങനെയുള്ളപ്പോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്ന പാചകത്തിന്റെ രുചി എങ്ങനെ മനസ്സിലാക്കാനാ? കണ്ടുപിടിക്കുമെന്നുള്ളതാ എന്റെ വിശ്വാസം. എനിക്കും ആ വിശ്വാസം ഉണ്ടമ്മേ. നമുക്കെന്തായാലും നോക്കാം. അവരെ വിളിക്ക്. വിളമ്പിക്കോ വസു. ജയന്തി, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? ഞങ്ങള് പിന്നെ കഴിച്ചോളാം. ഏട്ടൻ കഴിക്ക്. ഞാനും ഏട്ടത്തിയും കൂടി ഒപ്പം ഇരുന്ന് കഴിച്ചോളാം. ഏട്ടാ, ഏട്ടൻ കഴിക്ക്. ഇന്നത്തെ ഈ പായസം അമ്മ ഉണ്ടാക്കിയതല്ലേ? അതെ അമ്മേ, ഒരുപാട് നാളുകൾക്ക് ശേഷമാ അമ്മയുടെ കൈപ്പുണ്യം അറിയുന്നേ. അമ്മ പണ്ട് എങ്ങനെ ഉണ്ടാക്കിയോ ഇപ്പോഴും അതേ രുചി തന്നെയാ ഉള്ളത്.
കുറച്ചുപോലും ടേസ്റ്റ് മാറിയിട്ടില്ല. എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഏട്ടൻ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ അച്ഛാ, ഈ പായസം അമ്മയാണ് ഉണ്ടാക്കിയതെന്ന് അച്ഛന് തോന്നുന്നില്ലേ? ഇല്ലെന്നേ, ഇത്രയും രുചിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിന്റെ അമ്മായിക്ക് അറിയില്ലല്ലോ. ഇത് ഭാവനയോ വസുവോ ഉണ്ടാക്കിയതായിരിക്കും. ഇല്ലച്ചാ, ഇത് അമ്മ ഉണ്ടാക്കിയ പായസം തന്നെയാ. നിന്റെ അമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ലേ. തീർച്ചയായിട്ടും ഇത് അവൾ ഉണ്ടാക്കിയതല്ല. ടേസ്റ്റ് എല്ലാം അച്ഛൻ മറന്നുപോയല്ലോ. അമ്മയ്ക്കല്ലാതെ ഇത്ര ടേസ്റ്റി ആയിട്ടൊരു പായസം ഉണ്ടാക്കാൻ വേറെ ആർക്കും അറിയില്ല. എന്താ, ഭാവനയും ബസുവും നിന്റെ അമ്മയേക്കാൾ നന്നായിട്ട് പാചകം ചെയ്യില്ലേ? ഏടത്തിമാരും നന്നായിട്ട് പാചകമൊക്കെ ചെയ്യും. പക്ഷേ അമ്മ അതിലും നന്നായിട്ടാ ഭക്ഷണം ഉണ്ടാക്കുന്നേ. നിന്റെ അമ്മ അടുക്കളയിലൊക്കെ കയറിയിട്ട് ഒരുപാട് വർഷങ്ങളായിടാ. ഇപ്പൊ അവക്കൊരു നല്ല കോഫി ഉണ്ടാക്കാൻ പോലും അറിയില്ല. ഇത് ഇവളുണ്ടാക്കിയത് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിക്കണ്ട. കുട്ടികളുടെ മുമ്പിൽ എന്നെ അപമാനിക്കുകയാണോ? എത്ര നന്നായിട്ട് ഉണ്ടാക്കി തന്നാലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഏടത്തി, ഏട്ടൻ വിശ്വസിക്കില്ലാന്ന്. ഈ പായസം ഉണ്ടാക്കിയത് അമ്മയാ അച്ഛാ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെക്കാൾ നേരത്തെ എണീറ്റുണ്ടാക്കിയതാ. അറിയാം മോളെ, ഇവരൊക്കെ ഇത് കഴിച്ചിട്ട് അവരുടെ അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കിതിന്റെ മണം വന്നപ്പോ തന്നെ ഇത് ഇവളുണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. പിന്നെ എന്താ ഏട്ടാ നേരത്തെ പറയാഞ്ഞത്? കുറച്ചു സമയം നിന്നെ കളിപ്പിക്കാമെന്ന് കരുതി. അന്നായാലും ശരി, ഇന്നായാലും ശരി, ഞങ്ങളോട് നിനക്ക് ഒരല്പം പോലും സ്നേഹം കുറഞ്ഞിട്ടില്ല ജയന്തി. ഞങ്ങളെ നീ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു. എന്തുപറ്റി? എന്താ എല്ലാരും ഓടുന്നേ? ദേവീക്ഷേത്രത്തിലുള്ള മരത്തിൽ രക്തം വരുന്നു. അയ്യോ, വാ. അയ്യോ, അമ്മേ, അമ്മേ മഹാമായി, ഞങ്ങൾ എന്ത് തെറ്റാണമ്മേ ചെയ്തത്? ഞങ്ങളുടെ കണ്ണീര് തുടയ്ക്കുന്ന അമ്മയുടെ കണ്ണിൽ നിന്ന് എന്താ രക്തം വരുന്നത്? അമ്മയും ഇങ്ങനെ രക്തക്കണ്ണീരൊഴുക്കിയാൽ പിന്നെ ഞങ്ങൾക്കാരാണുള്ളത്? എന്തു പറ്റി തിരുമേനി? അവിടുന്ന് ഇത് കാണുന്നില്ലേ ഗ്രാമമുഖ്യ? അമ്മയുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീർ ഒഴുകുന്നത്. എന്തുകൊണ്ടാ തിരുമേനി ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പൂർവികർ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഈ ഗ്രാമത്തിൽ വലിയൊരു ആപത്തുണ്ടായി. ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു. മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യർ, അന്ന് എത്രയോ ജീവനുകൾ നഷ്ടമായി. ഗ്രാമവും സ്വത്തും സർവ്വതും നശിച്ചു.
ആ സമയത്ത് എന്താ ചെയ്ത തിരുമേനി? അത്രയും വലിയൊരു ആപത്തിൽ നിന്നും എങ്ങനെയാ രക്ഷപ്പെട്ടത്? അന്ന് എന്റെ അച്ഛൻ ഈ കോവിൽ നിർമ്മിച്ച കുടുംബക്കാരോട് പറഞ്ഞ് ഒരു ശാന്തി പൂജ നടത്തിയിരുന്നു. അവരുടെ കൈകൊണ്ട് തന്നെ ഹോമം നടത്തി അമ്മയെ പല്ലക്കിലെടുത്ത് ഈ ഗ്രാമം വലവിച്ചു. അപ്പോ അമ്മയുടെ മനസ്സ് നിറഞ്ഞ് ഈ ഗ്രാമത്തെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നത്തിന് തിരുമേനി നമുക്കൊരു പരിഹാരം പറഞ്ഞല്ലോ. ഉടനെ തന്നെ ആ കുടുംബക്കാരെ വിളിച്ച് ശാന്തി പൂജ നമുക്ക് നടത്താം. ചേട്ടാ, ജയന്തി, മുത്തശ്ശ. നമസ്കാരം. 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 നമസ്കാരം ചേട്ടാ. അയാളെ എന്തിനാ വിളിച്ചത്? ഇവരെ ആരാ വിളിക്കാൻ പറഞ്ഞത്? ചേട്ടാ, നിങ്ങൾ രണ്ട് കുടുംബത്തെ ഞാൻ തന്നെ വിളിച്ചത്. അയാളെ വിളിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ലാത്തവരുടെ കൂടെ ഞങ്ങളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? മുത്തശ്ശ, ഇവരൊക്കെ ആരാ? ഇവർക്ക് നമുക്കും തമ്മിൽ എന്താണ് അച്ഛാ ബന്ധം? അവർക്കും നമുക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് നേരത്തെ മുറിച്ചു മാറ്റിയിരുന്നു. ബന്ധങ്ങളെ നശിപ്പിച്ച് മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത് ഇവരാണ്. ആരെയാ പറഞ്ഞത്? ആരെ കഷ്ടപ്പെടുത്തിയെന്ന്? ആ തെറ്റ് ചെയ്തത് നിങ്ങളാണോ ഞങ്ങളാണോ? നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷേ
എന്റെ കണ്ണിന് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്താ പ്രശ്നം? ഏട്ടത്തെന്താ അയാളെ നോക്കി ഏട്ടാന്ന് വിളിക്കുന്നേ? ഏട്ടനെന്താ അയാളെ പകയോട് നോക്കുന്നേ? ദേശത്തിനെന്തോ ആപത്താണെന്ന് പറഞ്ഞാ വന്നത്. അപശകുനവും ദുരന്തങ്ങളും ഒക്കെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോ നമ്മൾ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? എല്ലാരും വന്ന് വണ്ടി കയറ്, വരാൻ. ഇങ്ങനെയുള്ള ആൾക്കാർ കാലുകുത്തിയ സ്ഥലത്ത് നമ്മൾ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. ഉടൻ തന്നെ പോവാം. അയ്യോ അതെ, ഒന്ന് നിൽക്കൂ സാറേ, ഒന്ന് നിൽക്കൂ. ഇത് കേൾക്കൂ. അമ്മയുടെ കണ്ണിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമത്തിനെന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു. അത് തടഞ്ഞു നിർത്തി ഈ ഗ്രാമത്തെ രക്ഷിക്കേണ്ട കടമ നിങ്ങൾ 2 കുടുംബക്കാർക്കാണുള്ളത്. ദയവ് ചെയ്ത് ശാന്തി പൂജ പൂർത്തിയാക്കിയിട്ട് പോകണം. അവരുള്ളിടത്ത് ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങളുള്ള സ്ഥലത്ത് ഇവരുണ്ടാകാൻ പാടില്ല. ചേട്ടാ, നിങ്ങൾ 2 കുടുംബക്കാരും ചേർന്ന് നടത്തേണ്ട പൂജയായത്. നിങ്ങളുടെ കാരണവർ നിർമ്മിച്ച ഈ അമ്പലത്തിൽ നിങ്ങൾ തന്നെ ഈ ശാന്തി പൂജ ചെയ്യാതിരുന്നാൽ ദേവിയുടെ രക്തക്കണ്ണീർ അവസാനിക്കില്ലെന്ന് തിരുമേനി പറഞ്ഞതാണ്. നോക്കൂ, നിങ്ങൾ വലിയ ആൾക്കാരാണ്. നല്ല മനസ്സ് വെച്ച് ഈ ശാന്തി പൂജ ഒന്ന് പൂർത്തിയാക്കണം. അത് നടക്കില്ല തിരുമേനി. ഇവര് കാരണം എന്റെ കുടുംബത്തിന് അന്യായം സംഭവിച്ചതാണ്. എന്റെ മാനമെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ കാരണം ഞങ്ങൾ അപമാനിക്കപ്പെട്ടത്. ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അവരോടൊപ്പം കൈചേർത്ത് ഈ ചടങ്ങ് നടത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നാടിനെ സംരക്ഷിക്കേണ്ട നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ? നിങ്ങളല്ലാതെ പിന്നെ ആരാ ചെയ്യുക? ഈ ക്ഷേത്രം നിങ്ങളുടേത്, ഈ ഗ്രാമം നിങ്ങളുടേത്, ഈ ജനവും നിങ്ങളുടേത്. ഈ പ്രശ്നം നിങ്ങളുടേതായി കണ്ട് ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കിയിട്ട് പോകണം. ഇതെന്റെ ക്ഷേത്രമല്ല, എന്റെ ഗ്രാമമല്ല, എന്റെ നാട്ടുകാരുമല്ല. എനിക്ക് യാതൊരു ബന്ധവുമില്ല. വരൂ. അച്ഛാ നിക്ക്. നമ്മുടെ 2 കുടുംബങ്ങൾക്കിടയിൽ പണ്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയെ നാട്ടുകാരുടെ പ്രശ്നവും തമ്മിൽ കൂട്ടിക്കൊടുക്കുന്ന ഒട്ടും ശരിയല്ല. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. എല്ലാം മംഗളമായി ചെയ്തിട്ട് മടങ്ങാം. അതെ മുത്തശ്ശ, എല്ലാവരും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബമാണ് നമ്മുടേത്. ആർക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും നമ്മുടെ കുടുംബം അവരെ സഹായിക്കും. നമ്മളെ കൊണ്ട് ഈ നാടിന് നല്ലത് സംഭവിക്കുമെങ്കിൽ നമ്മുടെ 2 കുടുംബങ്ങൾക്കും ഇടയിലുള്ള വഴക്കും പ്രശ്നങ്ങളും എല്ലാം കുറച്ചു സമയത്തേക്ക് മാറ്റിവെച്ചൂടെ? ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാതിരിക്കുന്നത് അതത്ര നല്ലതല്ല അച്ഛാ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ച ജീവിതകാലം മുഴുവൻ നമ്മൾ അതിനു വേണ്ടി വേദനിക്കേണ്ടി വരും. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയൂ. എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. സന്തോഷം. നിങ്ങൾ 2 പേരും സമ്മതിച്ചല്ലോ. സന്തോഷം. അമ്മയെ അഭിഷേകം ചെയ്ത് പൂജകൾ നടത്തി പല്ലക്കിലെടുത്ത് രാത്രിയിൽ ശാന്തി പൂജ ചെയ്യണം. നിങ്ങൾ 2 കുടുംബവും ചേർന്ന് തന്നെ ഇതെല്ലാം ചെയ്യണം. അതെ തിരുമേനി, ഈ 2 കുടുംബത്തിനും എല്ലാ ബഹുമാനത്തോടും വരവേൽപ്പ് നൽകണം. വാദ്യക്കാരെ വേഗം വരൂ. ചേച്ചി
എന്താടാ പറ്റിയത്? മാണിക്കന്റെ കുടുംബം വന്നിട്ടുണ്ട് ചേച്ചി നാട്ടിലേക്ക്. മാണിക്കന്റെ കുടുംബത്തോടൊപ്പം ജയന്തിയുടെ കുടുംബവും വന്നിട്ടുണ്ട്. ആ അനിയത്തിയും ചേട്ടനും എന്നോ പരസ്പരം പിരിഞ്ഞു പോയവരല്ലേ? എന്തിനാ വീണ്ടും വന്നത്? അവരൊന്നിച്ചല്ല ചേച്ചി വന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കാ വന്നേക്കുന്നേ. അപ്പോ പിരിഞ്ഞു പോയവർ വീണ്ടും ഒരുമിക്കാൻ വേണ്ടി വന്നതാണോ? ഇല്ല ചേച്ചി, ദേവീക്ഷേത്രത്തിലെ മരത്തിൽ രക്തം വരുന്നില്ലേ, അതിന് പൂജാരി ശാന്തി പൂജ ചെയ്യണമെന്നാ പറയുന്നേ. ആ ക്ഷേത്രം പണിത കുടുംബത്തിലെ ആള് വേണം ആ ശാന്തി പൂജയും നടത്താൻ. അതിനുവേണ്ടിയ ഗ്രാമമുഖ്യൻ 2 കുടുംബക്കാരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ശാന്തി പൂജയോ? എന്റെ കുട്ടിക്കാലത്ത് ഒരു തവണ ഇങ്ങനെ സംഭവിച്ചപ്പോ അന്നും ശാന്തി പൂജ നടത്തിയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ പൂജ ചെയ്യണമെങ്കിൽ ചേട്ടനും അനിയത്തി ഒന്ന് ചേരണ്ടേ? അവര് രണ്ടുപേരും ഒരുമിച്ചാൽ ചേച്ചിക്ക് എന്താ പ്രശ്നം? അതെ, അവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ എനിക്കൊരു വിലയുണ്ടായി. അവരൊരുമിച്ച് ചേർന്നാൽ വീണ്ടും ഞാൻ തഴയപ്പെടും.